മനുഷ്യന്മാരുമായിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് എന്നിട്ട് നമ്മുടെ റബ്ബിന്റെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന് നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകുന്ന, കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു വഞ്ചിയോ തോണിയോ കപ്പലൊക്കെയാണ് എങ്കിൽ ലക്ഷ്യം നിർണ്ണയിക്കുകയാണ്. അതാ റബ്ബിലേക്ക് തിരിച്ചു നടക്കുക. അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. താബ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ്. അങ്ങനെ റബ്ബിലേക്ക് നമ്മൾ മടങ്ങുകയാണ് എങ്കിൽ ആ മടക്കം പിന്നെ നമുക്ക് നിരാശ വേണ്ട. അതാണ് ഓതി വെച്ച ആയത്ത് സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്തു പോയ, അധർമ്മങ്ങൾ വർദ്ധിച്ച, തെറ്റുകുറ്റങ്ങൾ ശീലിച്ച, അതിൽ പെട്ടുപോയ, മനുഷ്യ സഹജ ദൗർബല്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആരൊക്കെയുണ്ടോ അവരോടൊക്കെ പ്രവാചകരെ താങ്കൾ പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടരുത്. ഇനി എനിക്ക് നന്നാകാൻ കഴിയോ, ഇനി എനിക്ക് തിരിച്ചു വരാൻ കഴിയോ, ഇത് അവസാനിപ്പിക്കാൻ കഴിയോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അവസാനിപ്പിക്കാൻ റെഡിയുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, പലിശ, തിന്മ, ഹറാമ്, അശ്ലീലത, പോർണോഗ്രാഫി, തോന്നിവാസങ്ങളെ, അധർമ്മങ്ങൾ, കള്ളത്തരങ്ങൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, ചൂഷണം, ഈ ജാതി തിന്മകളും തെറ്റുകുറ്റങ്ങളും അവസാനിപ്പിക്കാൻ റെഡിയാണോ? അള്ളാഹ് പാപമോചനം നൽകാൻ റെഡിയാണ്. വിശ്വാസികളുടെ ഒരു ഗുണം വിശദീകരിച്ചിടത്ത് വലം യുസിറു അലാ മാ ഫഅലു, ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ ചെയ്തിയിൽ അവർ ഉറച്ചു നിൽക്കൂല എന്നാണ്. നമ്മളിൽ ഈമാനിന്റെ കണികയുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, പരലോക ബോധ്യമുണ്ടെങ്കിൽ, ഏത് സമയത്തും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത ഉണ്ട് എങ്കിൽ വലം യുസിറു അലാ മാ ഫഅലു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അവരെന്ത് ചെയ്യില്ല, ഉറച്ചു നിൽക്കൂല. ആ തെറ്റുകളുടെ ഗൗരവം അവർ തിരിച്ചറിയും. എന്നിട്ട് റബ്ബിലേക്ക് അവർ മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരാനുള്ള താല്പര്യമുണ്ട് എങ്കിൽ അതാ അള്ളാഹ് പറയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് എന്ന് പറയാൻ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുത്തെ ഹദീസിലൂടെ ഒരു ഉപമ പറഞ്ഞു, അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കുന്നവനാണ് ബിതൗബത്തി അബ്ദിഹി, തന്റെ അടിമയുടെ പശ്ചാത്താപ വിഷയത്തിൽ. പിന്നെ അഹദിക്കു, നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അതിൽ അള്ളാഹ് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എന്നിട്ട് എങ്ങനെയാ ഉപമിച്ചത്? ശഖത അലാ ബഈരിഹി വഖദ് അളല്ലഹു ഫീ അർദി ഫലാത്തിൻ, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ, കണ്ണെത്താ ദൂരത്ത് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമിയിലൂടെ പാതയമൊരുക്കി സഞ്ചരിക്കുന്നു തന്റെ ഒട്ടകവുമായിട്ട്. അതിൽ എല്ലാ ഭക്ഷണവും വിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വഴിക്ക് വെച്ച് ആ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. ഒന്ന് വിശ്രമിച്ചു ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് ആരെയും കാണുന്നില്ല. അങ്ങേയറ്റത്തെ സങ്കടം അതിന്റെ ആധിക്യം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒക്കെ അങ്ങനെ നിസ്സഹായനായി അതിനെ തിരഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നതാ അവനക്ക് അവന്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടുകയാണ്. ആ തിരിച്ചു കിട്ടുന്ന സമയത്ത് അവൻ പറഞ്ഞു പോവുകയാണ്, അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും, നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണ് എന്ന്. പദം പോലും മാറിപ്പോയി, സന്തോഷാഹ്ലാദ തിമിർപ്പിനാൽ എന്നാൽ. അങ്ങനെ ആ നഷ്ടപ്പെട്ട ഒട്ടകത്തെ, ഭക്ഷണത്തെ, പാതയത്തെ തിരിച്ചു കിട്ടിയ മനുഷ്യൻ ആരുമില്ലാത്ത ആ മരുഭൂമിയിൽ ആ സമയത്ത് അനുഭവിക്കുന്ന ആ സന്തോഷാധിക്യം എത്രത്തോളമാണോ അതിനേക്കാളും സന്തോഷമാണ് തന്റെ അടിമ തെറ്റുകൾ തിരുത്തി തൗബ ചെയ്ത് തന്നിലേക്ക് തിരിച്ചു വരുന്നതിനെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അല്ലാഹ് അത്രയും ഇഷ്ടമുള്ള കർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അലസമാക്കേണ്ട, അമാന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, നിരാശപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ട ആവശ്യവുമില്ല. അള്ളാഹു കാത്തിരിക്കുകയാണ് നമ്മുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി. രാത്രിയുടെ 2:3 കഴിഞ്ഞ് അവസാനത്തെ 3 എത്തുമ്പോ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലെ, നിർണയത്തിന്റെ രാവ് നമ്മൾ ഖിയാമുൽ ലൈലക്കായി നമസ്കരിക്കുമ്പോ അതിങ്ങനെ അവസാനത്തെ സമയം, ഏറ്റവും പെർഫെക്റ്റ് ടൈം, അത്താഴ സമയത്ത്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് അവർ എന്നാണ്. ആ സമയത്ത് അല്ലാഹുവിനോട് തേടുമ്പോ ഹദീസിൽ അല്ലാഹ് പ്രത്യേകം പറയുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ. എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാരാണുള്ളത്? ഞാൻ അവൻക്ക് പുറത്തു കൊടുക്കാൻ റെഡിയാണ്. എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ ആരാണുള്ളത്? അവന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന ഉത്തരം ഞാൻ അവനക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കട്ടെ എന്ന് പറയാൻ. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യസ്അല, അല്ലാഹുവോട് ചോദിക്കുന്നതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വമൻ ലം യസ്അലഹു ഫയുഗ്ളബു അലൈഹി, ആരാണോ ചോദിക്കാതെ നടക്കുന്നത് എങ്കിൽ അവരുടെ മേലാണ് അല്ലാഹു കോപിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് സന്നദ്ധത ഉണ്ടോ?
നമുക്ക് സമയമുണ്ടോ? നമുക്ക് ഒരുക്കണ്ടോ? നമുക്ക് അടക്കണ്ടോ? നമ്മൾ അങ്ങനെ ഇരുന്ന് ചോദിക്കാൻ റെഡിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകും. ആദിമ വിശുദ്ധിയിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയും. തെറ്റാർക്കും പറ്റും, സ്വാഭാവികമാണ്. കുല്ലു ബനി ആദം ഖത്താ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബുൻ, തെറ്റുകാരിൽ ശ്രേഷ്ഠർ എന്ന് പറയുന്നത് ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ തിരുത്തി തൗബ ചെയ്യുന്നവരാണ് എന്ന്. ആദം നബിക്ക് പോലും മനുഷ്യന്റെ പ്രകൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആദമിനെ സ്വർഗത്തിലാക്കി. തെറ്റ് സംഭവിച്ചു, എന്നിട്ട് ഭൂമിയിലേക്ക് വന്നു, അല്ലെ? തെറ്റ് സംഭവിച്ചു, അത് തെറ്റ് പറ്റും. പിന്നെ പറ്റിയാൽ എന്താ ചെയ്യേണ്ടത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുകയാണ്. ഭൂമിയിലേക്കാണ് അള്ളാഹു ആദമിനെ ഉദ്ദേശിച്ചത്. പിന്നെ സ്വർഗത്തിൽ കടത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഫിൽ ജന്നത്തി ഖലീഫ എന്നല്ല, സ്വർഗത്തിൽ ഞാനൊരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നല്ല, മറിച്ച് ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. പക്ഷെ അതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ, അതിലൂടെയൊക്കെ മനുഷ്യ പ്രകൃതം പഠിപ്പിച്ചു. തെറ്റിലേക്ക് സാധ്യതയുണ്ട്, തെറ്റ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആദ്യത്തെ പ്രവാചകനും ആദ്യ പിതാവുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മടിച്ചു നിൽക്കണ്ട, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ, തൗബ ചെയ്ത് മടങ്ങുക. ഇനി ചില ആളുകളുണ്ട്, എനിക്കൊന്നും അത്രത്തോളം തൗബ ചെയ്യേണ്ട ആവശ്യമില്ല, പാപമോചനം തേടണ്ട, ഞാനൊന്നും അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്യാറില്ല എന്ന് പറയും. അങ്ങനല്ല, നമ്മൾ ചെയ്ത എത്ര ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിലും ആ ചെറുതൊക്കെ കൂടി. ഒരിക്കൽ പ്രവാചകൻ സഹാബികളും ഒത്തൊരു യാത്രയിൽ നിന്ന് തിരിച്ചു വരിക. അങ്ങനെ യാത്ര കഴിഞ്ഞ് വരുമ്പോ മരുഭൂമിയിൽ ഒരു ഒന്നുമില്ലാത്തൊരു വിശാലമായ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇവിടെയില്ല ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീ കായാൻ വേണ്ടിയിട്ട് വല്ല വേസ്റ്റുകളോ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കൊണ്ടുവരിക, വല്ല വിറകോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ പറഞ്ഞു, ഈ മരുഭൂമിയിൽ റസൂലുകൾ കണ്ടില്ലേ, ഈ കണ്ണത്താ ദൂരത്ത് പാരാവാരമായി കിടക്കുന്ന ഇവിടെ എന്താണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഇവിടെ പോയി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കി. അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞപ്പോ എല്ലാവർക്കും ചെറുതൊക്കെ ആയിട്ട് 1-2 കിട്ടി. അങ്ങനെ അത് കൊണ്ടുവന്ന് അതൊരു കൂട്ടമാക്കി വെച്ചു. എല്ലാവരും കൊണ്ടുവന്നിട്ട് അങ്ങനെ പലതും അതിൽ നിക്ഷേപിച്ചപ്പോ അവസാനം ഒരു വലിയൊരു കൂമ്പാരമായി മാറി. എന്നിട്ട് പ്രവാചകൻ അപ്പൊ അവരൊരു ഫിലോസഫി, തിന്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ഫിലോസഫിയാണ് പഠിപ്പിച്ചു കൊടുത്തു. കണ്ടില്ലേ, നിങ്ങൾ ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഈ പ്രദേശത്ത് നിന്ന് ഇത് കംപ്ലീറ്റ് കിട്ടിയില്ലേ, ഇതൊരു വലിയ കുന്നായി മാറിയില്ലേ? ഇതേപോലെയാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ചെറിയ തെറ്റാ ചെയ്തത്, ചെറിയ അധർമ്മ ചെയ്തത്. അവസാനം 99-ാം അധ്യായം സൂറത്തുൽ സൽസലയിലെ അവസാനത്തെ ആയത്ത്, ഒരു അണു അളവ് തിന്മ ചെയ്താൽ അതവൻ കാണാനുള്ളതാണ്. നമ്മൾ ചെയ്തു പോയ എല്ലാ തിന്മകളും അങ്ങനെ ശേഖരിച്ച് സമാഹരിച്ചു വെക്കുന്ന സമയത്ത് സ്വർഗം നിഷിദ്ധമാകുന്ന നരകത്തിലേക്ക് കടക്കാൻ പാകത്തിലുള്ള തെറ്റുകളുടെ കൂമ്പാരമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാതെ സവിനയം സമർപ്പിതരായി പടച്ച റബ്ബിനോട് ഏറ്റു പറഞ്ഞ് പരിശുദ്ധിപ്പെടുത്തുക, അള്ളാഹുവിനോട് തൗബ ചോദിക്കുക. പ്രവാചകൻ പറഞ്ഞില്ലേ, യാ യുഹന്നാസ്, അല്ലയോ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നിഷ്കളങ്കമായി തൗബ ഇരക്കണം. നിഷ്കളങ്കമായി തൗബത്തൻ നസൂഹ എന്നതിന്റെ നിർവചനം, അതിന്റെ ശറഹ്, ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ. പക്ഷെ എങ്കിലും നമ്മൾ ഉറച്ചു നിൽക്കണം, ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കുകയില്ല. ആ തെറ്റിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി, അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ് റബ്ബേ ഞാൻ ആ തെറ്റ് ചെയ്തത് എന്നാണ്. സൂറത്തുൽ നിസായിലെ 18-ാമത്തെ ആയത്ത്, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്. തൊട്ടുമ്പോൾ ആയത്തും ഇത് മരിക്കണ ടൈം വെച്ചിട്ട് തൗബ ചെയ്യുന്ന ആളുകൾ അത് സ്വീകരിക്കപ്പെടൂല. വേറെ ചില ആളുകളുണ്ട്, തെറ്റുകൾ അറിഞ്ഞ് വീണ്ടും 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 അതേ അതിൽ ഉറച്ചു നിന്ന് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതല്ല തൗബ, പശ്ചാത്താപം. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം നൽകും. അതാണ് തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായ തൗബയായിരിക്കണം. യാ യുഹന്നാസ്, അല്ലയോ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്ത് മടങ്ങണം. എന്നിട്ട് ആ പ്രവാചകൻ അറിയിച്ചത്, തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത പ്രവാചകൻ, അന്ത്യനാള് സംഭവിച്ചാൽ ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന പ്രവാചകൻ, സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുന്ന പ്രവാചകൻ, പരിഗണിക്കപ്പെടുന്ന ശുപാർശ പറയാനുള്ള അർഹത നേടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഹൗദുൽ കൗസർ കൊടുക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകനാണ് ഞാനൊരു ദിനത്തിൽ 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ പാപമോചനം തേടാറുണ്ട് എന്ന്. തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത നിഷ്കളങ്ക പ്രവാചകൻ, ഇസ്മത്തുള്ള പ്രവാചകൻ, വിനയാന്വിതനായി പടച്ചറബിനെ ഭയപ്പെട്ട് ഭക്തിയുടെ ഭാഗമായിക്കൊണ്ട് ഒരു ദിവസത്തിൽ 100 തവണ പാപമോചനം തേടാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ നോട്ടത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും വാട്സപ്പിലും അതല്ലാത്തിടത്തും സാമൂഹിക മാധ്യമങ്ങളിലും ഇടങ്ങളിലും സംസാരത്തിലും സമ്പർക്കത്തിലും സഹവാസത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ഒക്കെയായി തെറ്റുകുറ്റങ്ങൾ പേറി ജീവിക്കുകയാണ്. ഒരു ദിനത്തിൽ ചെയ്ത തെറ്റുകൾ എത്രയായിരിക്കും ആലോചിക്കുക. അപ്പൊ പ്രവാചകൻ തെറ്റ് ചെയ്യാതെ ഒരു ദിനത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ട്, പാപമോചനം നടത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്ര തവണ നടത്തണം? അപ്പൊ 100 തവണ ആ ഹദീസ്. മറ്റൊരു ഹദീസിൽ വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വല്ലാഹി അല്ലാഹു ആണ് ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ് ഞാൻ തീർച്ചയായും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, വഅതൂബു ഇലൈഹി അവനിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, ഫിൽ യൗമി ഒരു ദിനത്തിൽ അക്സറ മിൻ 70 മറ 70ലധികം തവണ. റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത 70ലധികം തവണ ഒരു ദിവസം പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഞാൻ മടങ്ങാറുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും പടച്ച റബ്ബിലേക്ക് നിഷ്കളങ്കമായി തൗബ ഇരക്കണം എന്ന് പറയാൻ. ഇതൊക്കെയാണ് തൗബയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. ഇനിയും വിശാലമായ വിഷയമാണ്, ഏതാനും ചില ഭാഗങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി അവസാനത്തെ 10 പ്രവാചകന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചല്ലോ, എനിക്കിങ്ങനെ ഒരു നിർണയത്തിന്റെ രാവാണ് എന്നൊക്കെ ഒരു ഫീലിംഗ് തോന്നൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പ്രത്യേകം പറയാൻ വല്ലതുമുണ്ടോ എന്ന്. ആ സമയത്ത് ഫഖൂലി നീ പറയണം, യാ ആയിഷ, ആയിഷ നീ പറയണം, അധികരിപ്പിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഒരു ഹദീസിൽ, മറ്റൊരു ഹദീസിൽ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് നൽകുന്നതിന് നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി എനിക്ക് നീ പാപമോചനം മാപ്പ് നൽകണമെന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ നീ മാപ്പ് നൽകുന്നവനാണ്, കരീമുൻ നീ മാന്യനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് നൽകുന്നതിന് നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന്. ഇത് ഈ അവസാനത്തെ 10 നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട പ്രാമാണികമായ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക തൗബയുടെ പ്രാർത്ഥനയാണ്. ഇസ്തിഗ്ഫാറിന്റെ തേട്ടവും വചനവുമാണ്. അത് നമ്മൾ അങ്ങനെ അധികരിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് അർത്ഥബോധത്തോട് കൂടിയിട്ട് അത് നിർവഹിക്കുകയും വേണം. അങ്ങനെ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പാപമോചനം നേടിയെടുക്കേണ്ട, തൗബ നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ അങ്ങനെയും. അതല്ലാതെ ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും പശ്ചാത്താപത്തിന്റെയും പാപമോചനത്തിന്റെയും വഴികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വഴികളുള്ള കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് അതിനുവേണ്ടി അതാത് നിയ്യത്തും മാനസികാവസ്ഥയിലും മനസ്സാന്നിധ്യത്തോടും കൂടി അതങ്ങനെ നിർവഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താക്കപ്പെട്ട സ്വർഗത്തിലേക്ക് അദ്ദേഹം ഇസ്തിഗ്ഫാർ നേടി അതിലേക്കുള്ള അർഹത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളും ആ വഴിക്ക് തന്നെ സഞ്ചരിക്കുക, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മുടെ തറവാട്ടിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയണം. അത് സ്വർഗമാണ്. നശ്വരമായ നൈമിഷികമായ ഇന്നോ നാളെയോ എന്ന നിലക്ക് അവസാനിക്കാനുള്ള ഈ ഐഹിക ജീവിതത്തിന് വേണ്ടി പാപങ്ങൾ വർദ്ധിപ്പിച്ച് അവസാനം തിരുത്താൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ഫൈന്നി തുബ്തു എന്ന് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 18-ാമത്തെ ആയത്തിൽ പറയുന്ന രംഗമുണ്ട്. ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാനിപ്പോ തൗബ ചെയ്തിരിക്കുകയാണ് എന്ന് ഫറോവ ചെങ്കടലിൽ മുങ്ങി മരണത്തിന് വിധേയമാകുന്ന സമയത്ത് പറഞ്ഞതുപോലെയുള്ള തൗബയെ നമ്മൾ കാത്തിരിക്കരുത്, റെഡിയായിരിക്കണം. നമ്മൾ മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഖൽബുൻ സലീം നിഷ്കളങ്ക ഹൃദയം, ഖൽബുൻ മുനീബ് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഹൃദയം, അത് സമ്പാദിച്ചുകൊണ്ടായിരിക്കണം മടങ്ങണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതിന് എപ്പോഴും നമ്മൾ അന്നഫ്സുൽ ലവ്വാമ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സുകൂടി സമ്പാദിക്കണം. ഒരു തെറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതൊക്കെ ഒരു നിഅമത്താണ്, ഒരു തൗഫീഖാണ്. ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിങ്ങനെ കുറ്റപ്പെടുത്തും. അങ്ങനെ മനസ്സ് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അന്നഫ്സുൽ ലവ്വാമ. ഞാൻ ചെയ്തത് തെറ്റാണ് കേട്ടോ, ആ കണ്ടത് തിന്മയാണ് കേട്ടോ, അത് അവസാനിപ്പിച്ചോ. ഇങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സ്
നമ്മോട് പറയുന്നു എങ്കിൽ അത് അന്നഫ്സുൽ ലവ്വാമ എന്നതാണ്. കാരണം അതുവഴി നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. തീർച്ചയായും അതിലൊക്കെ നമ്മുടെ കരുതലും ശ്രദ്ധയും ഉണ്ടാകണം. അങ്ങനെ നമ്മൾ തിന്മകളൊക്കെ തിരുത്തി തെറ്റുകളിൽ നിന്നൊക്കെ മോചിതരായി തൗബയിലൂടെ നല്ല ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങനെ മാറി നടക്കുന്ന സമയത്ത് പിന്നെ അള്ളാന്റെ മറ്റൊരു ഓഫറാണ് ഇന്നൽ ഹസനാത്ത യുദ്ഹിബുന സയ്യിആത്ത്. പാപക്കറകളൊക്കെ കഴുകിക്കളഞ്ഞ് സൽപ്രവർത്തികളുമായിട്ട് മുന്നേറുമ്പോൾ പിന്നെ അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയ തെറ്റുകളൊക്കെ നമ്മുടെ നന്മകൾ കൊണ്ടങ്ങ് പരിഹരിക്കപ്പെടും. നമ്മുടെ നന്മകൾ കൊണ്ടങ്ങ് പരിഹരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള പുണ്യവാന്മാരിൽ, പുണ്യവതികളിൽ, സൽക്കർമ്മകാരികളിൽ, തെറ്റുകൾ തിരുത്തുന്നവരിൽ, ഉത്ബുദ്ധരിൽ, കുറ്റാലോചിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ നാഥൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ, ഇബാദത്തുകളിലൂടെ, ദിക്ർ ദുആകളിലൂടെ എല്ലാം പാപമോചനത്തിന്റെ വഴികളുണ്ട്. അതെല്ലാം അതേ രൂപത്തിൽ ലഭിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അതിനു പുറമെ ഈ അവസാനത്തെ 10 പാപികളായ ഞങ്ങൾ നിന്നിലേക്ക് കരമുയർത്തി ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരം തൗബ എന്ന നിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ സ്വീകരിക്കണമേ നാഥ. ഏതെങ്കിലും വിധത്തിൽ തൗബ സ്വീകരിക്കാത്ത വല്ലതും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നീ ഞങ്ങൾക്ക് അതിൽ നിന്ന് പരിഹാരം നൽകണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ സഫലമാക്കി തരണമേ നാഥ. അള്ളാഹുവെ, മത്സര ലോകത്ത് ഞങ്ങളുടെ മക്കളിൽ പലരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, അവരുടെ ഐഹികവും അതിലുപരി ആത്മീയവുമായിട്ടുള്ള വളർച്ചയും വിജയവും നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ജീവിതത്തിൽ പരാജയപ്പെടാത്ത വിധത്തിലുള്ള ധർമ്മബോധം അവർക്കും ഞങ്ങൾക്കും നീ നൽകണമേ നാഥ. അള്ളാഹുവെ, രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ലാതെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നിന്നെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്, നിന്റെ സാന്നിധ്യവും നിരീക്ഷണവും ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും അകലം പാലിക്കുവാനും നന്മയിലും ധർമ്മത്തിലും സദാചാരത്തിലും സജീവമായി പങ്കാളികളായി നിലകൊള്ളുവാനും ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ നാഥ. മക്കൾക്ക് നീ ഹിദായത്ത് നിലനിർത്തി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഉപജീവന വിഷയത്തിൽ ഹലാലായ ഉദ്ദേശങ്ങളിൽ നീ ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ. ഏറ്റി നൽകണമേ, വർദ്ധനവ് നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഇതേ സമയത്ത് ഞങ്ങൾ സമാധാനത്തോടുകൂടി വിശുദ്ധ റമളാനിന്റെ അനുഗ്രഹീത രാപ്പകലുകൾ അനുഷ്ഠിച്ച് ആചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് വീണ്ടും അതാ പലസ്തീനിൽ, പശ്ചിമേഷ്യയിൽ അങ്ങേയറ്റം പ്രയാസമുള്ള പരീക്ഷണത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥയിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. അള്ളാഹുവെ, അവർക്ക് നീ അതിജീവനം നൽകണമേ നാഥ. 3-4 ദിവസത്തെ മിസൈൽ പതിക്കലും 3-4 ദിവസത്തെ അന്യായ അക്രമങ്ങളുമായി 700-ലധികം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ 200-ലധികം കുഞ്ഞുങ്ങളാൽ. നമ്മളൊക്കെ ഇവിടെ ഇഫ്താറിനൊക്കെ ഒരുക്കുന്ന സമയത്ത് അവരൊക്കെ അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാനും മയ്യത്ത് കഫൻ ചെയ്യാനും ഒരു കുട്ടിയൊക്കെ ഉയർത്തിക്കാണിച്ച് ബോംബ് വന്ന് വീണ് കരിഞ്ഞുണങ്ങിയ ഒരു കുട്ടിയുടെ ശരീരം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പറയുന്ന രംഗണ്ട് സോഷ്യൽ മീഡിയകളിലും ഇന്റർനാഷണൽ മീഡിയകളിലുമൊക്കെ. നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങളൊക്കെ കൊന്നു തള്ളിയിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ് സൈനിസമേ എന്ന് ചോദിക്കുന്നുണ്ട്. നിഷ്ഠൂരമായ പ്രവൃത്തി, മനുഷ്യാവകാശ ദംശനം. ആ മണ്ണിന്റെ മക്കളുടെ ആ മണ്ണ് വീണ്ടും വീണ്ടും അതിലേക്ക് അധിനിവേശം നടത്തുക, 7-8 ദശാബ്ദമായിട്ട് തുറന്നുകൊണ്ടിരിക്കുക. ഒന്ന് കൈപിടിക്കാൻ, ഉപരോധം ഏർപ്പെടുത്താൻ, ശക്തമായ താക്കീത് കൊടുക്കാൻ, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് അതൊന്ന് നിർത്തലാക്കാൻ സമ്മർദ്ദം ചെലുത്താൻ ആരുമില്ലാത്ത അവസ്ഥയിൽ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ദികളെയൊക്കെ മാന്യമായി വിട്ടയച്ചിട്ട് പോലും ഒരു കാരണവുമില്ലാതെയാണ് അന്യായം പ്രവർത്തിക്കുന്നത് എന്ന് മനസാക്ഷിയുള്ള, കാര്യബോധമുള്ള, നീതിയുടെയും ധർമ്മത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പക്ഷത്ത് നിൽക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. വലതുപക്ഷ തീവ്രതയ്ക്ക് എരുതിയിൽ എണ്ണയൊഴിച്ച് അധികാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും മാത്രം ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദി നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അമേരിക്കൻ സാമ്രാജ്യത്വം എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹമാസ് പോലുമില്ലാത്ത വെസ്റ്റ് ബാങ്കിലേക്കടക്കം താമസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അതിനെ കംപ്ലീറ്റ് വരുതിയിൽ വരുത്താൻ, അവിടെയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് സൈനിസ്റ്റ് സാമ്രാജ്യത്വത്തിന്റെ ഇംഗിത ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നിരുന്നാലും ആ മണ്ണിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നവർ അള്ളാഹു സ്ഥൈര്യം നൽകുമാറാകട്ടെ. ആ ജന്മനാട് അള്ളാഹു ആ മനുഷ്യർക്ക് പകുത്തു കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് കൊല്ലപ്പെട്ടവർക്ക് 10 മടങ്ങ് മനുഷ്യരെ ആ മണ്ണിൽ അള്ളാഹു നിശ്ചയിക്കുമാറാകട്ടെ.
കൊല്ലപ്പെട്ടവർക്ക് അള്ളാഹു ഷഹാദത്ത് സ്വർഗീയ ലോകത്ത് ഇടുങ്ങിയ ഗസയിൽ നിന്ന് വിശാലമായ സ്വർഗത്തിലെ രക്തസാക്ഷിത്വത്തിന്റെ ആധിക്യം കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ പരീക്ഷണങ്ങൾക്ക് അറുതി വരുത്തുമാറാകട്ടെ. ഇസ്സത്തോടെ സ്ഥൈര്യത്തോടെ ധൈര്യത്തോടെ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കാൻ അറബ് രാഷ്ട്രങ്ങൾക്കും ഇതര രാഷ്ട്രങ്ങൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിവേകികൾക്ക് നാഥൻ വിവേകം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ ഇടപെടലിന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ബദറിലും അതല്ലാത്ത നിർണായക സമയങ്ങളിലുമൊക്കെ നീ ഇടപെട്ടത് കണ്ട് അങ്ങനെ ഇസ്ലാമിക ഉമ്മത്തിന് തണൽ ലഭിച്ച സമയങ്ങളുണ്ട്. ഈ അവസാനത്തെ പത്തിലെ നിർണായകമായ സമയത്ത് ഞങ്ങൾ നിന്നോട് അവർക്ക് വേണ്ടി യാചിക്കുകയാണ്, ചോദിക്കുകയാണ്. അള്ളാഹുവെ, നിന്റെ ഇടപെടൽ അത് ലഭിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വല്ലതും അവരോ ഞങ്ങളോ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നീ പൊറുക്കണമേ നാഥാ. ആ പരീക്ഷണത്തിന്റെ പാഠം അവരും ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റമദാനിന്റെ അവസാന സമയം പ്രതീക്ഷയുടെ റമദാനാക്കി തീർക്കണമേ നാഥാ. അതിജീവനത്തിന്റെ റമദാനാക്കി തീർക്കണമേ നാഥാ. പെരുന്നാളിന് മുമ്പേ പ്രതീക്ഷാ നിർഭരമായ ആശ്വാസ അവസ്ഥയിലേക്ക് അവരെ നീ എത്തിക്കണമേ നാഥാ. അതേപോലെ തന്നെ ഞങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോളിയുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് മസ്ജിദുകളൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് എന്നിട്ട് അന്യായം പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കൊണ്ടുള്ള ചെയ്തികൾ നിർവഹിക്കുന്ന ആളുകളുടെ കൈപിടിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ജനാധിപത്യപരമായി നീങ്ങുന്നുണ്ട് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അരക്ഷിതമായി കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള സമൂഹങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. രാജസ്ഥാനിൽ കുടുംബത്തിലേക്ക് കയറിക്കൊണ്ടാണ് ഒരു പോലീസുകാരൻ ഒരു കുഞ്ഞിനെ ചവിട്ടിക്കൂട്ടി കൊന്നു കളഞ്ഞത്. ഇങ്ങനെയൊക്കെ എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുകയാണ്. ഞാനിത് പറയുന്നത് നമ്മൾ അറിയണം. നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തും സൗഖ്യവും അതേപോലെ തന്നെയുള്ള അവസ്ഥകളും ഒക്കെ ഈ സമയത്ത് കൂടുതൽ റബ്ബിലേക്ക് മടങ്ങുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥനയിൽ ഇടം കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സമാധാനം നൽകുമാറാകട്ടെ. സഹവർത്തനമുള്ള സാമൂഹിക ചുറ്റുപാട് ഗസയിലും ഇവിടെയും അതേപോലെ തന്നെ അതിൽ നഷ്ടപ്പെട്ടവർക്കുമൊക്കെ അള്ളാഹു തിരിച്ച് നൽകുമാറാകട്ടെ. മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉടപ്പിറപ്പുകൾ, സഹോദരി സഹോദരന്മാർ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥാ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. അവർക്ക് ഒന്നുമില്ലാത്ത കാലത്ത് ജീവിതത്തിന്റെ നല്ല ഭാഗം ഞങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നീക്കിവെച്ച് അവരങ്ങനെ പിരിഞ്ഞുപോയി മരണപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടം, അവരുടെ ബർസഖിലേക്ക് നാഥൻ സ്വർഗീയ അനുഭൂതി നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ മരിച്ചു പിരിഞ്ഞ റമദാനിന്റെ തൊട്ടു മുമ്പ് മരിച്ച ബഹുമാന്യനായ കേന്ദ്രത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് മദനി തന്റെ കർമ്മങ്ങളുമായി നാഥനിലേക്ക് യാത്രയായി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ദഅ്വാ മേഖലകളിൽ സേവന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി തീർന്നിരുന്ന ഒരുപാട് ആളുകൾ വിവിധ മഹല്ലുകളിൽ, വിവിധ നാടുകളിൽ, യൂണിറ്റുകളിൽ സാധാരണക്കാരായ പ്രവർത്തകന്മാർ, അതേപോലെ തന്നെ മരിച്ചു പിരിഞ്ഞ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ റമദാനിന്റെ പൂർണ്ണത കൈവരിച്ച് റമദാനിൽ മഗ്ഫിറത്ത് പാപമോചനം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ, ചാരിതാർത്ഥ്യത്തോടെ, സംതൃപ്തിയോടെ യാത്രയാക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥാ. ഈ അവസാന ദിനങ്ങളിൽ 168 മണിക്കൂർ, 200-ൽ താഴെ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന സമയങ്ങൾ അള്ളാഹുവെ, വല്ലതുമുണ്ട് എങ്കിൽ അതെല്ലാം തിരുത്താൻ ഞങ്ങൾ റെഡിയാണ്. മുന്നിലേക്ക് ഞങ്ങൾ കൈകളുയർത്തി കർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങുകയാണ്. നീ സ്വീകരിക്കണമേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم انصر إخواننا في فلسطين، اللهم انصر المظلومين في غزة، اللهم كن نصيرا ومعينا للمجاهدين في هذه المنطقة المظلومة. اللهم دمر وشتت ومزق أعداءك وأعداءنا وأعداءهم وأعداء السلم والسلام والتعايش والعدل والإنسانية والإحسان والمسجد الأقصى. اللهم اغفر موتانا وموتاهم، اللهم اشف مرضانا ومرضاهم. ربنا
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا صيامنا وقيامنا وتلاوتنا وصدقاتنا وزكاتنا وصالح أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ റമദാനിൽ ക്ലാസ് എടുത്തതിൻ്റെ സമാപനത്തിൽ നടത്തിയതുപോലെയുള്ള ഒരു സാമ്പത്തിക സമാഹരണം എൻ്റെ നാട്ടിലെ ഞാനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് സുമനസ്സുകളുടെ സഹകരണത്തിൽ പ്രവർത്തിച്ച് വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന അത്താണി ജീവകാരുണ്യ കൂട്ടായ്മ വിവിധ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കത് ശ്രദ്ധിച്ച് അതനുസരിച്ച് നിലവിലെ കളക്ഷനിൽ നിങ്ങൾക്ക് ഓഫർ അറിയിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്ന 1-2 പദ്ധതികൾ കൂടി ഇൻഷാ അല്ലാഹ് ശ്രദ്ധയിലേക്ക് നൽകുകയാണ്. അത് ഞങ്ങൾ അത്താണിയിൽ 10-ലധികം സബ് കമ്മിറ്റികളുമായിട്ട് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഭവന നിർമ്മാണം, ഭക്ഷണ ചികിത്സാ സഹായം, അതേപോലെയുള്ള ഒരുപാട് ജനറൽ വർക്ക്, കൗമാര സമിതി, വനിതാ വിങ് എന്ന നിലക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ അനാഥ വിധവാ സംരക്ഷണത്തിന്റെ പുതിയൊരു പ്രൊജക്ട് നടപ്പിലാക്കി കുടുംബം കുട്ടിയുടെ അവകാശം എന്ന നിലക്ക് ഒരു കുടുംബത്തിൽ തന്നെ അനാഥ കുട്ടിയെ നിർത്തി ആ കുട്ടിയുടെ കംപ്ലീറ്റ് സംരക്ഷണം ഏറ്റെടുക്കുന്ന പദ്ധതി ലൈറ്റ് എന്ന് പറയുന്ന സംവിധാനം. നിങ്ങൾക്കൊരു അനാഥ കുട്ടിയെ സംരക്ഷിക്കാൻ നിയ്യത്താക്കുകയാണെങ്കിൽ 2000 രൂപ, ഒരു വർഷത്തേക്ക് 24,000 രൂപ സക്കാത്തിൽ നിന്ന് നീക്കിവെക്കാം. ഫക്കീർ മിസ്കീൻ, സക്കാത്തിന്റെ അവകാശികളായ ഫക്കീർ മിസ്കീൻ കാറ്റഗറിയിൽപ്പെട്ട അനാഥ കുട്ടികളെ കുടുംബത്തിൽ നിർത്തിയിട്ട് സംരക്ഷണം കൊടുക്കുന്ന സംവിധാനമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അത്താണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആരംഭിച്ചു. വിവിധ ജില്ലകളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിലവിലെ കളക്ഷൻ അത്താണിയുടെ ജനറൽ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ബഷീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്സിലൊക്കെ മിക്കവാറും അദ്ദേഹത്തിന് വേണ്ടി കൂടി കളക്ഷൻ നടത്തിയിട്ടുണ്ട്. കൊളോൺ ക്യാൻസർ ബാധിച്ച് വൻകുടലും മലാശയവും നീക്കം ചെയ്ത് കൊളോപ്ലാസ്റ്റ് ബാഗ് ധരിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നമ്മൾ ടൂർ പോകുമ്പോഴും കോളേജിലും സ്കൂളിലും പോകുമ്പോൾ യാത്രക്ക് പോകുമ്പോൾ ഒക്കെ ബാഗ് കൊണ്ടുപോകും. എന്നാൽ ബഷീർ ധരിച്ച ബാഗ് കൊളോപ്ലാസ്റ്റ് ബാഗാണ്. അതിൽ മലം ശേഖരിക്കും. കാരണം അദ്ദേഹത്തിന് മലാശയ റിമൂവ് ചെയ്തതാണ് ആ ക്യാൻസർ ബാധിച്ചിട്ട്. രാവിലെ സുബഹിന്റെ സമയത്ത് ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറിലധികം ഈ വയറ് വൃത്തിയാക്കാനും കൊളോപ്ലാസ്റ്റ് ബാഗ് വൃത്തിയാക്കാനും സമയം വേണമെന്ന് അദ്ദേഹം പറയാറുള്ളത്. അപ്പോൾ ആലോചിക്കണം, നമുക്കൊക്കെയുള്ള നിഅമത്ത് നമുക്കൊരു പ്രയാസമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു 40 വയസ്സിന് താഴെ ഒരു മകനും മകളും ചെറിയ ഒരു കുടുംബക്കായിട്ട് അങ്ങനെ വീട് പണിയൊക്കെ ചെറുത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേക്ക് പരീക്ഷണത്തിന് വിധേയമായ ആ സഹോദരനെ ഞങ്ങൾ സാന്ത്വനമേകാൻ, പാലിയേറ്റീവ് ഞങ്ങൾ പറയും, NNPC നൈബർഹുഡ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ, സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ. ഒരു രോഗിയുടെ മരണം നീട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. മരിക്കുന്ന സമയത്ത് ആശ്വാസത്തോടുകൂടി ഒരു സുഖമരണം കൊടുക്കാം ആഗ്രഹിക്കുന്ന ചികിത്സ, കീമോ കിട്ടിയിട്ട് മരിച്ചു പിരിയാനുള്ള ഭാഗ്യം, അതല്ലെങ്കിൽ തിരിച്ചു വരവ്. അപ്പൊ അദ്ദേഹത്തിന് ആ കൊളോൺ ക്യാൻസറിന് പുറമെ ക്യാൻസർ കരളിലേക്ക് സ്പ്രെഡായി 50-60% കരൾ മുറിച്ചു മാറ്റി. അങ്ങനെയും പിന്നെയും പായേരും പറയാതെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടക്ക് ശ്വാസകോശത്തിലേക്ക് ക്യാൻസർ സ്പ്രെഡായി. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മാസം 1 ലക്ഷം രൂപ, അല്ലേ? ഡോക്ടേഴ്സ് മീറ്റിംഗ് കൂടി ഒരു 80,000 രൂപ ഈ കരൾ മുറിച്ചു മാറ്റിയത് കൊണ്ട് ഫുൾ ഡോസ് കീമോ താങ്ങൂല. ആഴ്ചയിൽ കീമോ കൊടുക്കുകയാണ്. 20,000 രൂപ. അപ്പൊ ഞങ്ങളിപ്പോ എല്ലാ വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് ഈ ജനുവരി ഫ്രൈഡേ എല്ലാ വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് 20,000 രൂപ മരുന്നിലേക്ക്, കീമോയിലേക്ക് ഞങ്ങൾ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും സഹകരിക്കുന്നുണ്ട്. സക്കാത്തിന് അർഹനാണ്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയുള്ള കളക്ഷനാണ് നടക്കുന്നത്. പാവപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ പരിചരിക്കാതെ ചേർത്ത് പിടിക്കാതെ
കണ്ണുകൊണ്ട് കാണാത്ത പടച്ച റബ്ബിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥം നഷ്ടപ്പെട്ട ആത്മീയതയാണ്. മദീന പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പ്രതിഫല സാധ്യതയുള്ള ഒരു കർമ്മം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കാൻ വേണ്ടി അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടലാണ് മദീന പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പ്രതിഫലം. അപ്പൊ ഇത്തരം പ്രവർത്തനത്തിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഉണ്ടായിരിക്കെ നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മഹല്ലിൽ ഒരു നിരാലംബരായ മനുഷ്യരും പ്രയാസം അനുഭവിക്കാൻ പാടില്ല എന്ന ഉറപ്പുവരുത്തൽ കൂടിയാണ് സമ്പൂർണമായ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്താണിക്ക് നിങ്ങൾ അത്താണിയായി തീരുക. അനാഥകളെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഒരു മാസം 2000 രൂപ സ്പെഷ്യൽ നിയ്യത്താക്കുക. ഒരു വർഷം 24,000 രൂപ ഇത് അത്താണി ജനറൽ കളക്ഷനിലേക്ക് അങ്ങനെ നൽകുക. ബഷീറിന് വേണ്ടി പ്രത്യേകം നിയ്യത്താക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അങ്ങനെ ഈ റമദാനിന്റെ അവസാനത്തെ 10 ധർമ്മം കൊണ്ടുകൂടി പാപക്കറകൾ കഴുകിക്കളയാനും ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അങ്ങനെ റമദാനിന്റെ ചൈതന്യം പൂർണ്ണമായി നേടിയെടുക്കുവാനുമുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് അത്താണിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഏതൊരു സംവിധാനമായിരുന്നാലും ആ സംവിധാനത്തെ അറിഞ്ഞ് സഹായിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക താല്പര്യം ഉണ്ടാകും. ഫേസ്ബുക്ക് പേജ് എടുത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി അത്താണി പുല്ലൂർ എന്ന് ATHANI അത്താണി സ്പേസ് PULLOR അത്താണി പുല്ലൂർ എന്ന് നിങ്ങൾ FBയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ then you can see there many activities of our അത്താണി. അവ നിങ്ങൾക്ക് ഞങ്ങളുടെ അത്താണിയുടെ വിവിധ പ്രവർത്തന പദ്ധതികളൊക്കെ അങ്ങനെ നേരെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. അവ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. ഈ സംവിധാനം തരക്കടില്ല. യുവാക്കളുടെയും കൗമാരപ്രായക്കാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ക്രയശേഷിയെ സാമൂഹ്യ നന്മക്ക് വേണ്ടി, സഹജീവി സാന്ത്വന നന്മക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന സംവിധാന സംരംഭമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ നന്മയോടും സഹകരിക്കാനും സാധിക്കും. അതുകൊണ്ട് പണം കൊണ്ടുവന്നവരെ അങ്ങനെ ഏൽപ്പിക്കുക. സഹോദരിമാരിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ ഇൻഷാ അല്ലാഹ് ഏൽപ്പിക്കുക. ഞാനും ഈ നാടും നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധവും നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് ഏൽപ്പിക്കാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഓപ്പൺ ആയിട്ട് ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. അപ്പോൾ പിന്നെ ഗൂഗിൾ പേ സിസ്റ്റം ഒക്കെ ഉണ്ട്, പല സംവിധാനങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് ഏത് കാര്യങ്ങളും മുൻനിർത്തിയാലും ഈ നന്മയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ ലക്കും ലിഹുസ്നി തആവുനിക്കും വസംതിക്കും വസബ്രിക്കും. Thanks for your good listening and patience and cooperation. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.